കാപ്പിക്കണ്ണുള്ള രാജകുമാരൻ. രചന അൻസില തസ്നി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമാല്യ ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങിയിറങ്ങിയത് അമ്പലത്തറയിലേക്കാണ് കണ്ണുകൾ ആദ്യം പാഞ്ഞത്. ഇരുന്നിരുന്ന സ്ഥലത്ത് രണ്ടിനെയും കാണാണ്ടായതും ഉള്ളിലേക്ക് ഒരാധി കയറി. ഇനിയെങ്ങാനും എന്നോട് തനിച്ചിട്ട് മുങ്ങിയരുണ്ടെന്നതായി പിന്നീടത്തെ ചിന്ത. കൂലങ്കുഷമായി ചിന്തിക്കാൻ ഇട കൊടുക്കാതെ ചുറ്റുമൊന്ന് പരതിയതേ ദൂരേന്ന് ഒരുവൻ കൈകാട്ടി വിളിച്ചു. നടന്നടുത്തെത്തിയതും ഒരു കയ്യിൽ നിറഞ്ഞ കവറെടുത്ത് നീട്ടി. ഉപ്പിലിട്ടതാണ് നിറയെ. അതിൽ നിന്നൊരു മാങ്ങയെടുത്ത് കടിച്ചതും ഉപ്പധികം പിടിക്കാത്ത മാങ്ങയുടെ പുളിയന്റെ നെറുകയിലെത്തി. മുഖത്തെ ഭാവമാറ്റങ്ങൾ കണ്ടാവണം മുന്നിലുള്ളവനെ നൂറി ചിരിച്ചു. അതത്ര പിടിക്കാത്ത പൊട്ടിൽ ഞാനൽപ്പം ചാടയിട്ടു. എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാ? കയ്യിൽ വെച്ച് പിടിപ്പിച്ച കവറിലേക്ക് നോക്കി ചോദിച്ചു. അയ്യേ ഇതോ എന്നർത്ഥത്തിൽ അവൻ കണ്ണുമിഴിച്ചു. നിന്റെ അടുത്തൊന്നും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓഹോ, എങ്കിൽ നിനക്ക് തരാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ക്യാൻസൽ. യാതൊരു കൂസലില്ലാതെ പറഞ്ഞവൻ തെണ്ടി. ഓ, അല്ലേലും തരുന്ന ഒരാള്. ആത്മഗതമായിരുന്നു ഉദ്ദേശിച്ചെങ്കിലും നാക്ക് ചതിച്ചെന്ന് അവന്റെ കടുങ്കാപ്പി കണ്ണുരുട്ടിയുള്ള നോട്ടത്തിൽ നിന്നും മനസ്സിലായി. എന്തോ പറഞ്ഞത്ര ക്ലിയർ ആയി കേട്ടില്ല. തെളിച്ചു പറഞ്ഞ അടിയന് കൃത്യമായി കേട്ടേനെ. നീ അത്രയൊക്കെ കേട്ടാ മതി. അതെങ്ങനെയാ? വല്ലപ്പോഴും ചെവിക്കൊന്ന് വൃത്തിയാക്കണം, എന്നാലേ കേൾക്കൂ. എനിക്ക് അതിനൊന്നും സമയമില്ല. വേണേ നീ വന്ന് വൃത്തിയാക്കി തന്നോടി. പിന്നെ അതിന് ഞാൻ നിന്റെ കെട്ടിയോളന്നല്ലോ. അല്ലെങ്കിലും ആര് കെട്ടും നിന്നെ? കെട്ടാൻ പറ്റിയൊരു മുതല്. നിനക്കതിന് പണ്ടേ നമ്മളെ പറ്റില്ലല്ലോ. ആ ഗാഥ ഇങ്ങനെ ആയിരുന്നിരിക്കണം. അപ്പൊ തന്നെ ചാടി വീണ് കെട്ടും കഴിഞ്ഞ് കുട്ടിയായേനെ. പറഞ്ഞിട്ടെന്താ, നിനക്ക് വിധിച്ചില്ല. ഓള് രണ്ടാമത് പെറ്റു. നീ അറിഞ്ഞില്ലേ? ആൺകൊച്ചാ. പ്രേമനൈരാശിക്കാരൻ അവളി ഇനി കൊച്ചിന് നിന്റെ പേരിടാന്ന് എന്റെ പേടി. അതെന്താടി, എന്റെ പേര് അത്രയും മോശമാണോ? ഓ, ഋഷീന്റെ അത്രയും മോശമായൊരു പേര് ഈ പഞ്ചായത്തിൽ എന്നല്ല, ഈ താലൂക്കിലേ ഉണ്ടാവില്ല. അത് നിന്റെ പേര് ഈ വാർഡിൽ മിനിമം 10 ആൾക്കിലുള്ള അസൂയ നിനക്ക്. ഓ പിന്നെ, ഹൃദയ സായിശങ്കർ എന്ന പേരുള്ള ഒരാളെ നീ ഈ വാർഡിൽ നിന്ന് എനിക്കൊന്ന് കണ്ടെത്തി തന്നേ. അല്ല പിന്നെ എനിക്കങ്ങ് വാശി കയറി. എന്റെ അച്ഛനമ്മയും കൂടെ നല്ലൊരു പേര് എനിക്ക് ഇട്ടിട്ട് അത് ഈ പഞ്ചായത്ത് മുഴുവനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ദേഷ്യം വരില്ലേ? ഓ എന്റെ പൊന്നെ, നിന്നെ ഞാൻ സമ്മതിച്ചു. നാക്കിന് ഗംഗാ നദിയുടെ അത്രയും നീളമല്ലേ. നിന്റെ നാക്കിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ ഈ ഉള്ളവന് കഴിയുന്നില്ല. പറഞ്ഞതിനോടൊപ്പം അവൻ എന്റെ തലയിൽ കുരുത്ത കൃഷ്ണ തുളസി കതിരി പിച്ചിയെടുത്തു. വിട്ട് ഋഷിയേട്ടാ. ഏട്ടാന്നോ? എനിക്കെന്റെ കാതുകൾ വിശ്വസിക്കാമോ കനി? എന്നിട്ട് തുടങ്ങി ഈ ബഹുമാനൊക്കെ? ഏട്ടെന്നല്ലാണ്ട് പിന്നെ എച്ചിന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. നീ വേണേ വിളിച്ചോടി. നുണക്കുഴിക്കാവിൽ വിരിഞ്ഞ ചിരിയെ മറക്കാൻ എന്നോണം മുഖം വെട്ടിച്ചു ആ തെമ്മാടി ചെറുക്കൻ. അയ്യേ, നീയപ്പോ മറ്റേതായിരുന്നോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ക്ലൂ എങ്കിലും തരായിരുന്നു. ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നോ? ഇതിപ്പോ ഞാൻ ഏതാണ്ട് പോയ അണ്ണാനെ പോലെ നിന്നയാളെ കണ്ടതും പെരുത്തരി ഇഷ്ടം കയറി എനിക്ക് അയാളോട്. അപ്പോഴാണ് ആ കാര്യം ഓർത്ത് മുന്നിൽ നിൽക്കുന്ന സൽമാൻ ഖാന്റെ ബർത്ത്ഡേ ആണിന്ന്. പറയാൻ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ മൈ ഫൈറ്റിംഗ് പാർട്ട്ണർ. ഓഹോ, ഇന്നാണ് ആ പുണ്യദിനല്ലേ? ചുമ്മാതല്ല, രാവിലെ തന്നെ യദുവിന്റെ സ്റ്റാറ്റസിൽ നിന്റെ ഈ തിരുമോന്ത കണ്ടേ. പാടത്ത് വെക്കുന്ന പോലെ ഇതിനേക്കാളും നല്ലതായിരിക്കും. ലാസ്റ്റ് ആയിട്ട് ഊട്ടി ട്രിപ്പ് പോയപ്പോൾ മഞ്ഞ മങ്കി തൊപ്പിയും സ്വെറ്ററിട്ട് നിൽക്കുന്ന ഫോട്ടോ കൊണ്ടാണ് ആളെന്നെ ഇത്രയും കളിയാക്കുന്നത്. ആണെങ്കിൽ ഞാൻ സഹിച്ചു. നീ സഹിക്കണം, നീ തന്നെ സഹിക്കണം, അല്ലാണ്ട് നാട്ടുകാർ സഹിക്കില്ലല്ലോ. നിന്റെയൊക്കെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള എന്റെ വിധി വല്ല ഐശ്വര്യ റായിയുടെയോ രശ്മിക മന്ദാനയുടെ കൂടെ ആയിരുന്നെങ്കിൽ സന്തോഷമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ 4 ആളോട് എങ്ങനെ പറയാനാ? എന്ത് ചെയ്യാം, എന്റെ വിധി, അല്ലാണ്ടെന്ത്. പറഞ്ഞു അവൻ ഓവറാവുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാഞ്ഞിട്ടല്ല. നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്റെ നാക്കിന് അസഭ്യം പറയാൻ അനുവദിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ഞാനും ഋഷിയേട്ടനും ഒരേ വയസ്സാണ്. 4 വർഷം മൂത്തത് ആളാണ്. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ സുഖലോലുപയായി ജീവിച്ചപ്പോൾ ഇവിടെ ഒരാൾ പൂരപ്പറമ്പിലെ കളിവണ്ടികൾക്ക് വേണ്ടി വാശി പിടിച്ചു. നിക്കറിൽ മുളിയും വീട്ടുമുറ്റത്തൊരു JCB വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു നടന്ന കാലമായിരുന്നത്. പണ്ടൊക്കെ എന്റെ ബർത്ത്ഡേക്ക് ആദ്യത്തെ സ്റ്റാറ്റസുമായി എത്തിയിരുന്ന ആളാണ്. പിന്നെ എപ്പോഴൊക്കെയോ അതിൽ മാറ്റം വന്നു. പോയ കുറെ വർഷത്തേക്ക് വിഷുകളൊക്കെ 2 വാക്കിലൊതുങ്ങി. എന്തി രശ്മിക മന്ദാനെ ആലോചിച്ച് നിൽക്കുകയാണ് നീ? ഓ പിന്നെ, ആലോചിക്കാൻ ഓളിന്റെ കെട്ടിയോളൊന്നുമല്ലല്ലോ. അല്ല, ഏത് വേണ്ടവിടെ? അമ്പലത്തിൽ കയറി തൊഴാനാണോ? അല്ലാണ്ട് പിന്നെ അവിടെ ചാണകം മെഴിക്കാനാണല്ലോ ആൾക്കാർ പോവല്. ഇന്നെങ്കിലും നിനക്ക് ഈ തിരുവാന്ന് അടക്കി വെച്ച് വിടടി. പിന്നെ എനിക്ക് എന്നൊരു പോലെ തന്നെയാ. ഇന്നായിട്ട് എനിക്കൊരു പ്രത്യേകം തോന്നണില്ല. ഇവിടെ പിന്നെ ദൈവം ഭക്തിയൊന്നും ഇല്ലാലോ. ആ ഗാഥ നിങ്ങൾ കളഞ്ഞിട്ട് പോയോണ്ടല്ലേ നിങ്ങൾ ഈ നിരീശ്വരവാദിയെ നടക്കുന്നേ. ആ പേരിയായിട്ടും സ്വിച്ചിട്ട പോലെ ആളുടെ മട്ടുമാറി. അവളെ കിട്ടാൻ വേണ്ടി ഞാൻ കയറാത്ത അമ്പലങ്ങളും വിളിക്കാത്ത ദൈവങ്ങളും ഇല്ല. അന്ന് എന്നെ കാണാതെയും കേൾക്കാത്തയും ദൈവങ്ങൾ ഇന്ന് എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇനി കുറ്റം ദൈവത്തിന്റെ തലയിലോട്ടിട്. അല്ലാണ്ട് നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടല്ലേ അവൾ ഇട്ടിട്ട് പോയേ? എന്റെ എന്ത് സ്വഭാവ ഗുണം? ഞാൻ എന്നേക്കാൾ അവളെ സ്നേഹിച്ചു. ഞാൻ എന്റെ സമയം മുഴുവൻ അവൾക്കായി മാറ്റിവെച്ചു. അവളെ സ്നേഹിച്ചു കൊടുക്കാൻ കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ. ശരിക്കും ഞാൻ സ്നേഹത്തിന്റെ അന്ധകനായി പോയി. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. സ്നേഹിച്ചയാളെ കിട്ടാത്ത വേദന ഈ എന്നോട് തന്നെ പറയണം. അവിടുത്തെ മിണ്ടാട്ടം മുഴുവനായിട്ട് മുട്ടുന്നൊരു മറുപടി കൊടുത്തു. വേണമെന്ന് വെച്ചല്ല, കുറച്ചു കാലം മനസ്സിലാക്കട്ടെ എന്ന് കരുതി. പറഞ്ഞു തീർന്ന കുഞ്ഞിരുന്ന ആളുടെ കണ്ണുനീരാ വെറുനിലത്തേക്ക് ഇറ്റ് വീണ കണ്ട്
വല്ലാണ്ട് ചുവന്നൊരു മുഖം എൻ്റെ കണ്ണിൽ തട്ടിത്തിടഞ്ഞു. ആളെന്നെ നോക്കാണ്ട് മുഖം ചരിച്ച് കുപ്പായ കയ്യിൽ ഉരുതി. പിന്നെ എന്നോട് കൂടുതൽ സംസാരത്തിന് വന്നില്ല. ഞാൻ അങ്ങോട്ട് പോയതുമില്ല. നഷ്ടപ്രണയം ഓർത്തിരിക്കാവും പാവം. കുറച്ച് സങ്കടപ്പെട്ടെന്ന് ഞാനും കരുതി. സമയം പോകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവിടെ വന്നു പോകുന്ന ചെറുക്കന്മാരെ നോക്കി പീഡിപ്പിച്ചും തറയിലെ ചരക്കല്ലിളക്കിയിരുന്നു. ഫോൺ എടുത്തില്ല. അല്ലെങ്കിൽ 2 ഫോട്ടോ എടുത്തെങ്കിലും ഇരിക്കായിരുന്നു. കുറച്ചപ്പുറം ആള് ഫോൺ കൊണ്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് സൽമാൻ ഖാനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട് ഇപ്പോഴും. ആൾക്കതറിയാം, നേരിട്ട് പറഞ്ഞതോ. പക്ഷെ എന്ത് ചെയ്യാൻ, ആളെപ്പോഴും ഗാഥയുടെ പ്രണയഗാഥയിലായിരുന്നില്ലേ. ആ ഒരു സെറ്റായെന്നൊക്കെ അറിയാമായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടം അങ്ങനെ മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ബ്രേക്കപ്പ് ആയതൊക്കെ അറിഞ്ഞുവെങ്കിലും അങ്ങോട്ടൊന്നും ചോദിച്ചു പോയതുമില്ല, ഇങ്ങോട്ടൊന്നും പറഞ്ഞു വന്നതുമില്ല. പിന്നീട് എപ്പോഴും ഒരിക്കൽ മാത്രം എന്നോട് ചോദിച്ചു, നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ കനിയെന്ന്. അതെന്ന് എൻ്റെ മറുപടി മൂപ്പരെ കൂടുതൽ കെടുത്തിയെന്ന് തോന്നി. കാത്തിരിക്കരുത്, എനിക്കൊരിക്കലും നിന്നെ അങ്ങനെ കാണാൻ. അന്ന് ആ മറുപടി പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. പെട്ടെന്ന് ആളുടെ വാപുത്തി പിടിച്ചുകൊണ്ട് വിലങ്ങിനെ തലയാട്ടി. മരിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കും, പക്ഷെ മറക്കാൻ പറയരുത്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഞാനതിനെ ശ്രമിക്കുക, കഴിഞ്ഞില്ല, ഇനി കഴിയുകയില്ല. എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മറക്കാൻ പറയരുത്. ഇനി ഈ സംസാരം നമുക്കിടയിൽ വേണ്ടെന്ന് ചട്ടം കിട്ടിയത് ഞാൻ തന്നെയാണ്. എന്നിലുള്ള എന്നേക്കാളും ഇഷ്ടം തോന്നിയവൻ എങ്ങനെ മറക്കാനാണ്. ഓരോ നിവൃത്തങ്ങനെ ഇരുന്നപ്പോഴേക്കും യദുവേട്ടനെത്തി. ഷർട്ടിന് ബട്ടൺസ് ഇട്ട് അരികിലേക്ക് എത്തിയതും എനിക്ക് നേരെ കുനിഞ്ഞു നിന്നു. കയ്യിലൊരില ചീന്നിൽ നിന്ന് അല്പം ചന്ദനക്കുറിയെടുത്ത് ആ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. തിരിഞ്ഞു ഋഷിയേട്ടനെ തൊടാനാഞ്ഞും ആള് തടഞ്ഞു. എനിക്ക് വേണ്ട, എനിക്കറിയാം നിങ്ങളിതേ പറയുന്നു, പക്ഷെ ഇന്ന് തൊടാൻ പറ്റില്ല. നിർബന്ധിച്ച് ആ നെറ്റിയിൽ തൊട്ടുകൊടുത്തവും ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ ആള് വല്ലായ്മയോടെ ഇരുന്നു. കനി, നീ ഋഷിനൊപ്പം വീട്ടിലേക്ക് വെക്കോ, എനിക്ക് ചന്തയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞങ്ങളുടെ മിണ്ടാട്ടം മുട്ടിയുണ്ടാവും. യദൂട്ടം പതിയെ തോണ്ടി ചോദിച്ചു. എന്ത് പിണക്കാണോ? അതിനൊന്നും പറയാണ്ട് ഞാൻ നിന്നു. റോഡ് വരെ ഒരുമിച്ചാണ് നടന്ന്. അവിടുന്ന് യദൂട്ടൻ ചന്തയിലേക്ക് തിരിഞ്ഞ്. കൂടെ നടക്കുന്നവരൊന്നും മിണ്ടിയില്ല ഇതുവരേക്കും. ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. 2 നാക്കിന് ലൈസൻസ് ഇല്ലാത്തവരായതുകൊണ്ട് മിണ്ടാട്ടം മുട്ടാറില്ല. ഇന്നിപ്പോൾ ആൾ വല്ലാണ്ട് ഡൗൺ ആയി തോന്നുന്നു. ചുമ്മാ ചൊറിയാൻ പോകേണ്ടെന്ന് കരുതി അങ്ങോട്ടും മിണ്ടാനും പോയില്ല. ഇടയ്ക്കെപ്പോഴും ആ മുഖത്തേക്കൊന്ന് പാളി നോക്കിയപ്പോൾ നിറഞ്ഞെടുക്കുന്ന കണ്ണുകൾ കണ്ടു. ചേടാ, ഇതുവരെ നിർത്തിയില്ലേ? ഇന്നിവിടെ ഒരു കണ്ണീർ പുഴ ഒഴുകല്ലോ എന്നതായി ചിന്ത. വാഗുകൊണ്ട് പറയാൻ പോയില്ല. മൂപ്പര് ചിലപ്പോൾ പോണ വഴിയിൽ എന്നെ തോട്ടിലെറിഞ്ഞാലോ. മൗനവ്രതത്തിൽ നിന്ന് ഒടുക്കം ആളുടെ വീടെത്താറായി. എൻ്റെ വീട്ടിലേക്ക് ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. കൂടെ വരില്ലെന്നാണ് കരുതിയത്. ആള് പിന്നെയും മുന്നോട്ട് നടന്നു. അടുത്ത് കാണാണ്ടായതുകൊണ്ടാവും തിരിഞ്ഞു നോക്കി ചോദിച്ചു. എന്ത് വരുന്നില്ലേ? നടന്ന് വീടെത്തിയതും അമ്മ ഉമ്മർ തന്നെയുണ്ട്. ആരിത്? ഋഷിയോ? കേറി പായസം കുടിച്ചിട്ട് പോവാ. ആള് വേണമെന്ന് കുറെ പറഞ്ഞെങ്കിലും അമ്മ വിട്ടില്ല. പായസം മാത്രമല്ല, രാവിലത്തെ ചായയും കൂടെ കുടിച്ചിട്ടാണ് ആള് പോയി. ഉമ്മറപ്പടി വരെ കൂടെ ചെന്നു. പോവാൻ നേരെ ഒരു വിശ്വസിച്ചെങ്കിലും അതുണ്ടായില്ല. ഉള്ളിലെവിടെയോ എന്തോ ഒന്ന് പൊട്ടിപ്പിടഞ്ഞു. സാധാരണ ദിവസത്തെ പോലെ പകലങ്ങ് കടന്നുപോയി. രാത്രി കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഫുഡ് അടിച്ച് ആക്രാന്തത്തോടെ ഓടി വന്നാണ് ഗിഫ്റ്റൊക്കെ നോക്കാൻ. അതൊക്കെ കണ്ടിട്ട് എൻ്റെ കൈ ധരിച്ചിരിക്കുകയായിരുന്നു. പൊട്ടിക്കാഞ്ഞിട്ടേ. അത്രമാത്രമൊന്നുമില്ല. യദൂട്ടിൻ്റെ വകയുണ്ട്. പിന്നെ അച്ഛമ്മ യദൂട്ടിന് പൈസ കൊടുത്ത് മേടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയും അച്ഛനും തന്നിട്ടുണ്ട്. മതി, അതൊക്കെ മതി. 24 വയസ്സ് പിറന്നതിൻ്റെ ഓർമ്മയിലേക്ക് തുന്നിച്ചേർക്കാൻ അതൊക്കെ തന്നെ ധാരാളം. ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനിടയിലായിരുന്നു ജനലിൽ തട്ടുമുട്ടൊക്കെ കേട്ട്. കനി കനി ശബ്ദത്തിനുടമയെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. ജനൽപ്പാളി തുറന്ന് മുന്നിൽ തന്നെയുണ്ട് സാക്ഷാൽ ഋഷിദേവ്. നിങ്ങൾ ഈ പാതിരാത്രി വന്ന് ജനൽ മുട്ടാൻ നേരെ വന്നാ പോരെ? ആളോട് കണ്ട എന്താ കരുതുക? പിന്നെ പാതിരാത്രി ജനലിൽ കൂടി നിന്നെ പീഡിപ്പിക്കാനൊന്നല്ല ഞാൻ വന്നേ. എന്നാ പിന്നെ വന്ന കാര്യം ബോധിപ്പിച്ചിട്ട് പോയാട്ടെ. ഓ, പറഞ്ഞിടാൻ ഇത്ര തിരക്കായില്ലേ? പരിഭവം എന്നോട് ആ ചുണ്ടുകൾ കൂർത്തു. അല്ല, ഈ പാതിരാത്രി വന്ന് നിങ്ങളെ ഞാൻ പാലും പഴവും തന്ന് സൽക്കരിക്കാം. എന്തേ, അത് മതിയോ? പാലും പഴവും തിന്ന ഞാനെന്തോ തത്തയോ? എന്തേ, തത്ത മാത്രമേ പാലും പഴവും തിന്നു? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ അവൻ അരിശം കയറി നിപ്പായി. ഇവിടെ ബിരിയാണി ഉണ്ട്, കേറണോ? കഴിച്ചിട്ട് പോവാം. സന്ദർഭം ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു. വേണ്ട. ഐഷ്, കേറുന്നേ, കഴിച്ചിട്ട് പോവാം. വേണ്ടാന്ന്. കുറച്ച് തൈരും അച്ചാറൊക്കെ കൂട്ടി ഒരു ലെഗ് പീസ് എടുത്ത് ഒരു പിടി ചോറൊക്കെ കഴിച്ചിട്ട് പോവാം. വേണ്ടാന്നല്ലേ പറഞ്ഞേ. അതിന് ചൂടാവണോ? ആര് ചൂടായി? എന്റെ തന്ത. അല്ല പിന്നെ. ആ, അത് നിന്റെ തന്ത. അതിന് ഞാനെന്തോ ചെയ്യണം? തലയും കുത്തിക്കണോ? നിങ്ങൾ ഈ പാതിരാത്രി എന്നോട് വഴക്കിടാൻ വന്നാണോ? അത് നിന്റെ നാക്കുണം കൊണ്ടാ. അതിനൊന്നും പറയാണ്ട് ഞാൻ പുച്ഛിച്ചു. ആടിയൻ ഇത്രയും നേരമായിട്ട് ആഗമനോദ്ദേശം അറിയിച്ചില്ല. ആ, കുറച്ച് ദുരുദ്ദേശാണെന്ന് കൂട്ടിക്കോ. കീഴ്ത്താഴി ചൊഴിഞ്ഞ് അവനൊന്ന് പറഞ്ഞു. തെമ്മാടി. കേൾക്കാൻ പാകത്തിനാണ് പറഞ്ഞെങ്കിലും മൂപ്പരൊന്നും കേട്ടില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോ രാവിലെ പറഞ്ഞ കേൾവിക്കാര്യം സത്യമാണോ എന്തോ ആലോചിച്ചിരുന്നപ്പോഴാണ് ആളാ കൈക്കുമ്പിൽ നിറയെ ചാമ്പൊക്കെ നീട്ടിയത്. അതുകൊണ്ട് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. എന്താ ഈ രാത്രി ഇതൊക്കെ ആയിട്ട്? നമ്മുടെ വടക്കേല മുസ്ലിം പള്ളിന്റെ അവിടെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. ആ വഴി പോയപ്പോ കണ്ടതാ. അപ്പോഴേ ഓർത്ത് നിനക്ക് ഇഷ്ടമാണല്ലോ എന്ന്. പറിച്ചു വെച്ചാൽ ചിലപ്പോൾ നാളെ കൊണ്ടുവരാൻ മറക്കും. അതാ ഇപ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ എന്റെ ഇഷ്ടങ്ങളൊന്നും മറന്നിട്ടില്ല അല്ലേ? ഉത്തരം മുട്ടിപ്പോയ പോലെ ആളിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആ കണ്ണുകൾ കൊണ്ട് എന്നെ ഇങ്ങനെ നോക്കാതെ എനിക്ക് പറ്റാഞ്ഞിട്ടാ. ശരിക്കും
എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നതെന്ന ബോധം ഉണ്ടായിരുന്നില്ല അന്നേരം. ഇഷ്ടമല്ല മറന്നു എന്നൊക്കെ സ്വയം എത്ര പറഞ്ഞാലും ഒരിക്കലും എനിക്കതിന് കഴിയാത്ത വിധം എന്റെ ഹൃദയത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഇയാൾ നിറഞ്ഞിരിപ്പാണെന്ന് മുന്നിലുള്ളയാളോട് ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? അത് ഞാൻ പിടക്കുന്ന കടുങ്കാപ്പി കണ്ണുകൾ എന്റെ മുഖത്തുറപ്പിക്കാതെ പാഞ്ഞു നടപ്പായി. ഋഷിയായിട്ട് എന്നെ മനസ്സിലാക്കാത്തതോ അതോ മനസ്സിലായിട്ടും കണ്ണിൽ നടിക്കുന്നതാണോ? വാവിട്ട് വീണ ചോദ്യം. ജാലകത്തിനപ്പുറം നിന്നയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയത് കണ്ടതും ആകെ അങ്ങ് വല്ലാണ്ടായി. ഇരുമ്പ് ജനലഴിയിൽ കൈകൾ ഊന്നിയിരുന്ന ആളുടെ മുഖമന്നേരം വല്ലാണ്ട് കുനിഞ്ഞ് ഇറുക്കിയടച്ച ആ മിഴികളിൽ നിന്നൊരു തുള്ളി എന്റെ കൈകളിലേക്ക് ഇറ്റ് വീണതും ജാലകത്തിനപ്പുറത്തെ ചുമരിലേക്ക് ചാരിയെന്ന് ഞാൻ തേങ്ങി. അപ്പുറത്തുനിന്ന് ഉതിരുന്ന നിശ്വാസങ്ങൾ എന്നെ കൊല്ലാതെ കൊന്നു. കുറച്ചേരം ഒന്നും മിണ്ടാ നിന്നയാൾ പിന്നെ കയ്യിലുള്ള മുന്നിലേക്ക് നീക്കി. ഹാപ്പി ബർത്ത്ഡേ കനി. മറന്നല്ല ഞാൻ നിന്റെ മുന്നിൽ വന്നിത് തരാൻ എനിക്ക് കഴിയാഞ്ഞിട്ടാ. നേരത്തെ ശബ്ദത്തിൽ ആളത് പറഞ്ഞതും മുന്നിലേക്ക് ഒരു വർണ്ണക്കടലാസ് നീട്ടി. വാങ്ങാൻ കൂട്ടാൻ നിന്ന് എന്റെ കയ്യിലേക്ക് പിടിപ്പിച്ച് ഒന്നും മിണ്ടാണ്ട് ആള് നടന്നു. തിരിഞ്ഞു നോക്കിയെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചതേയുള്ളൂ. മറുപുറം നിന്ന് എന്റെ ഉയരെടുത്തൊരാൾ അവസാനം എന്നോണം തിരിഞ്ഞു നോക്കി. പുറത്തെ മഞ്ഞ വെളിച്ചം തട്ടിയാളുടെ കണ്ണുകളിൽ അപ്പോഴും നേർത്തൊരു കണ്ണീർ തിളക്കം ശേഷിച്ചു. അത് കണ്ടതും ഹൃദയത്തിന്റെ കോണിൽ വീണ്ടും ഒരു പ്രണയഭാരം കൂടി.